നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 14 63 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. വ്യാസമഹർഷി പുത്രനായ ശ്രീ ശുകനോട് ഒരു വിവാഹം കഴിക്കാൻ മകനോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ ശുകന് വൈവാഹിക ജീവിതത്തിൽ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് എന്താണ് ഗൃഹസ്ഥാശ്രമത്തിൻ്റെ പുണ്യങ്ങളെന്നും എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അതുകൊണ്ട് കിട്ടുന്നതെന്നും ഒക്കെ വിശദമായിട്ട് വ്യാസൻ മകനോട് പറഞ്ഞ് അറിയിക്കുകയാണ്. ഗൃഹസ്ഥാശ്രമത്തേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ആശ്രമവുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. വാസിഷ്ഠൻ തുടങ്ങിയ ആചാര്യന്മാരും ബന്ധുക്കളുമെല്ലാം ആ ഗൃഹസ്ഥ ആശ്രമത്തെ പാലിക്കുന്നവരുമാണ്. വേദോക്ത കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്നവന് അസാധ്യമായിട്ടൊന്നുമില്ലെന്നുള്ളത് സത്യം തന്നെയാണ്. സ്വർഗമോ മോക്ഷമോ ഉന്നത കുലത്തിലെ ജന്മമോ ഒക്കെ അവർക്ക് ലഭിക്കുകയും ചെയ്യും. പക്ഷേ ഒരാശ്രമത്തിൽ നിന്ന് അടുത്തതിലേക്ക് കടക്കുകയാണ് ഏറ്റവും നല്ലത്. ആശ്രമങ്ങൾ 4 ഉള്ളത്. ഇത് ധർമ്മമറിയുന്നവർക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമവും നമ്മൾ തീർച്ചയായിട്ടും അനുഷ്ഠിക്കേണ്ടതാണ്. വിധിയാവണ്ണം ദേവന്മാരെയും പിതൃക്കളെയും മനുഷ്യരെയും ഒക്കെ തൃപ്തിപ്പെടുത്തി ഗൃഹസ്ഥാശ്രമത്തിൽ വസിച്ചുകൊണ്ട് പുത്രനെയും ജനിപ്പിച്ച് പിന്നീട് വനത്തിൽ ചെന്ന് ഉത്തമമായ വാനപ്രസ്ഥധർമ്മം അനുഷ്ഠിക്കുക, അതാണ് വേണ്ടത് എന്ന് വ്യാസൻ മകനോട് പറയുന്നു. വീണ്ടും എന്തൊക്കെയാണ് വ്യാസമഹർഷി പുത്രനോട് ഉപദേശിക്കുന്നത് എന്ന് നോക്കാം. ശ്ലോകം 64, 14-ാം അധ്യായത്തിൽ. ഇന്ദ്രിയാണി മഹാഭാഗ മാദകാനി സുനിശ്ചിതം അദാരസ്യ ദുരന്താനി പഞ്ചൈവ മനസാ സഹ. മഹാഭാഗ, ഇന്ദ്രിയങ്ങൾ മതിപ്പിക്കുന്നവയാണെന്ന് തീർച്ച. മനസ്സും 5 ഇന്ദ്രിയങ്ങളും ഭാര്യാരഹിതന് ദുരന്തം നൽകുന്നവയാണ്. ശ്ലോകം 65. തസ്മാദ്ദാരാൻ പ്രകുർവീത തജ്ജയായ മഹാമതേ വർദ്ധകേ തവ ആദിഷ്ടേത് ഇതി ശാസ്ത്രോദിതം വചഃ. അതിനാൽ ആ ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ ഭാര്യയെ സ്വീകരിക്കണം. ഹേ മഹാമതേ, വാർദ്ധക്യത്തിൽ തപസ് അനുഷ്ഠിക്കുകയും ചെയ്യുക. ഇതാണ് ശാസ്ത്രം അനുശാസിക്കുന്നത്. ശ്ലോകം 66, 67. വിശ്വാമിത്രോ മഹാഭാഗ സ്തവകൃത്വാതിദുച്ഛരം 3 വർഷസഹസ്രാണി നിരാഹാരോ ജിതേന്ദ്രിയഃ. മോഹിതച്ഛ മഹാതേജ വനേ മേനകയാ സ്ഥിതഃ ശകുന്തളാ സമുത്പന്ന പുത്രീ തദ്വിജജാ ശുഭ. 66, 67 ശ്ലോകങ്ങളുടെ അർത്ഥം. മഹാഭാഗനായ വിശ്വാമിത്ര മഹർഷി ആഹാരം വെടിഞ്ഞ് ജിതേന്ദ്രിയനായി 3000 വർഷം അതിദുഷ്കരമായ തപസ് ചെയ്തിട്ട് മഹാ തേജസ്വിയായിത്തീർന്ന അദ്ദേഹവും വനത്തിൽ വെച്ച് മേനകയാൽ മോഹിതനായി. അദ്ദേഹത്തിൻ്റെ വീര്യത്തിൽ നിന്ന് ജനിച്ചവളാണ് ശകുന്തള. ശ്ലോകം 68. ദൃഷ്ട്വാ ദാശസുതാം കാളിം പിതാ മമ പരാശരഃ കാമബാണാർദിതകന്യാം താം ജഘ്രാഹോടുവേ സ്ഥിതഃ. മുക്കുവ പെൺകുടിയായ കാളിയെ കണ്ട എൻ്റെ പിതാവായ പരാശരൻ കാമബാണപീഡിതനായി ചാളത്തടിയിൽ വെച്ച് തന്നെ കന്യകയെ പരിഗ്രഹിച്ചു. ശ്ലോകം 69.
ബ്രഹ്മാപി സ്വസുതാം ദൃഷ്ട്വാ പഞ്ചബാണപ്രപീഡിതഃ ധാവമാനച്ഛ രുദ്രേണ മൂർച്ഛിതച്ഛ നിവാരിതഃ. ബ്രഹ്മാവ് പോലും തൻ്റെ പുത്രിയെ കണ്ട കാമബാണ പീഡിതനായി അവളുടെ പിന്നാലെ ഓടി മൂർച്ഛിച്ചു. പിന്നെ ശിവൻ അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത്. ശ്ലോകം 70, 14-ാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം. തസ്മാത്വമപി കല്യാണ കുരു മേ വചനം ഹിതം കുലജാം കന്യകാം വൃത്വാ വേദമാർഗം സമാശ്രയ. ഹേ ശുഭശീല, അതുകൊണ്ട് നീ ഹിതകരമായ എൻ്റെ വാക്കനുസരിച്ച് പ്രവർത്തിച്ചാലും കുലത്തിൽ പിറന്ന ഒരു കന്യകയെ വെട്ട് വേദമാർഗമനുസരിച്ച് ജീവിച്ചാലും. ഇതി ശ്രീദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ ചതുർദശോധ്യായഃ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.